നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കോട്ടൺ സാരി കാണിക്കാം. കോട്ടൺ സാരി, നെറ്റ് കോട്ട സാരി. ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഇതിൻ്റെ കുറച്ചെണ്ണം നേരത്തെ കാണിച്ചിരുന്നു. മൽമലിൻ്റെ ഈ ബുട്ടായുള്ള ബുട്ടായി മല്ലിന്ന് പറയുന്നത് ബുട്ടായുള്ളത് കാണിച്ചായിരുന്നു ഞാൻ. അത് തന്നെ അതും ഈ കൂട്ടത്തിൽ ആ കാണിച്ച സാരി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഓർക്കുന്നില്ല. എന്തായാലും കാണാം. കണ്ടോ, ഇതാണ് സാരി. ഒരു നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇങ്ങനെ ഈ ബുട്ടായാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ബ്ലൗസ് എങ്ങനെയായിരുന്നു? സെപ്പറേറ്റ് ബ്ലൗസ് ആയിരുന്നു. ഇത് തന്നെയായിരുന്നു ബ്ലൗസ് അല്ലേ? വിത്ത് ബ്ലൗസ് ആയിട്ട്. ബ്ലൗസ് ഇല്ലാന്ന് തോന്നുന്നു, അതോ ഉണ്ടെങ്കിൽ തന്നെ റണ്ണിങ് ആണ്. മീറ്റർ അളന്ന് നോക്കിയാൽ നമുക്ക് ബ്ലൗസ് ഉണ്ടോ എന്ന് അറിയത്തുള്ളൂ. പക്ഷെ ശരിക്കും ബ്ലൗസ് ഈ ഒരു കളർ, തവട്ട കളർ അല്ലെങ്കിൽ ഈ അടയ്ക്കാടെ കളർ ബ്ലൗസ് ഇടുന്നതാണ് നല്ലത്. എന്താ നല്ലല്ലേ? നല്ല സുഖമാണ് ഉടുക്കാൻ. നമുക്കൊരു എന്താ പറയുക, അത്യാവശ്യം ഒരു ഫങ്ഷൻ വെയർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഫങ്ഷൻ വെയർ ആയിട്ടെന്നല്ല, ഒരു സ്പെഷ്യൽ വെയർ ആയിട്ടൊക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി. ഫങ്ഷൻ വെയർ എന്ന് പറയുന്നില്ല, സ്പെഷ്യൽ വെയർ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി. ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, ഇങ്ങനെ വൈറ്റ് ബ്ലൗസിൻ്റെ ഉള്ളിൽ എന്ത് രസമായിരിക്കും എന്നറിയാം. നിങ്ങളൊക്കെ ഒത്തിരി പേര് ഓഫ് വൈറ്റ് ആണ്, ഇത് നല്ല വൈറ്റാണ്. വൈറ്റിൻ്റെ ബ്ലൗസ് പറഞ്ഞ ഒരു ഇച്ചിരി മീറ്റർ തുണി എടുത്താലും നല്ല രസമാണ്. എന്താ നല്ല സോഫ്റ്റാണ്. ഇത് ഹാൻഡ് വാഷ് പറ്റിയാലെന്നില്ല, പിന്നെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്താൽ മതി. നല്ല സുഖമാണ് ഉടുക്കാൻ. ഇതുണ്ട് വൈറ്റ് ബ്ലൗസുമായിട്ടിട്ട്. ഇത് പക്ഷേ ഉണ്ടല്ലോ, ഇത് പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആയിട്ട് അത്രയും വരുമോ എന്നറിയത്തില്ല. ചുമ്മാ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഞാൻ കാണിക്കാം. എന്താ നല്ല തോനെ വൃത്തിയാക്കുവാ. ഇവിടെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കണം. നല്ല രസമല്ലേ? നല്ല വേറൊരു ലുക്ക് വരും നമുക്ക് ഈ സാരിയൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല പ്ലീറ്റ്സ് എടുത്ത് കുത്തുകയും അങ്ങനെയൊന്നും അല്ലാതെ ഇതുപോലെ ഇങ്ങനെ ഒരു അലസതയോടെ കൂടി ഇടുന്ന ഒരു സംഭവമൊക്കെ ഇല്ലേ. എല്ലാവരും എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ചില സിനിമയ്ക്കകത്ത് മഞ്ജുവാരിലൊക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ. എന്നിട്ട് അതൊരു വേറൊരു ലുക്കാണ്. നമ്മളതിൻ്റെ കൂടെ അങ്ങനത്തെ ഗോൾഡ് ഒന്നും ഇടത്തില്ല. പിന്നെ പറഞ്ഞു പേഴ്മലയിലോട്ടാണ് പോകുന്നതെന്ന് പറയും. നല്ല ഭംഗിയാട്ടോ. ഈ ബ്ലൗസ് ആണെങ്കിലും ഇതിന് വേണമെങ്കിൽ ചേരും. ഇത് പ്യുവർ വൈറ്റും ഇത് ആണെങ്കിലും അത്യാവശ്യം ചേരും കേട്ടോ. ഇന്നലെ ഈ ബ്ലൗസൊക്കെ വാങ്ങിച്ച ഒത്തിരി പേരുണ്ടല്ലോ, അപ്പം പറ്റും. നല്ല രസമാണ്. പിന്നെ മഞ്ഞ, നല്ല മാംഗോയിലോയും ഇൻഡിഗോയും കൂടെ കൂടി മിക്സ് ആയിട്ടുള്ള കളറെടുപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കളറെടുപ്പുണ്ട്. ഇൻഡിഗോയുടെ വേറൊരു നല്ലൊരു ലുക്കാണല്ലോ. ഇൻഡിഗോയ്ക്ക് ഒന്നും വേറൊരു നല്ലൊരു ലുക്കല്ലേ. ആ ഒരു ലുക്കും വരുന്നുണ്ട്. ഇങ്ങനെ ബ്ലൗസായിട്ട് വേണമെങ്കിൽ ഈ ഒരു കളറിടാം. ഇൻഡിഗോ വേണേലും ഇടാം. ഇതിടാം. ഇൻഡിഗോ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നേവി ബ്ലൂവിൻ്റെയാണ് ബുട്ട. ഇൻഡിഗോയുടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ പ്യുവർ ഇൻഡിഗോ അല്ല, ഇങ്ങനെ ഈ ടൈ ആൻഡ് ഡൈ പോലെ ചെയ്തേക്കുന്നതുകൊണ്ടേ കണ്ടോ. ഇതും ആ ബ്ലൗസുമായിട്ട് കണ്ടോ. അതിട്ട് കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ. ലൈറ്റ് ബേബി പിങ്കും വൈറ്റും എല്ലാം കൂടെ കൂടിയിട്ട് നല്ല, എല്ലാത്തിലും ഉപരി ഇത് നമ്മൾ ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ആകുമ്പോൾ നമ്മളൊരു ഫുൾ ഡേ ഒക്കെ നിൽക്കേണ്ടി വന്നാലും നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല. ശാരീരികമായ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ എനിക്കിത് കാണുമ്പോൾ എനിക്ക് വയ്ക്കില്ല. എനിക്ക് എന്നാ ഇഷ്ടമാണോ ഇങ്ങനെ വൈറ്റ് സാധനം വരുന്നതേ. ഞാൻ പറഞ്ഞൊക്കെ കൊടുത്ത് ഒരു ദിവസം പ്രത്യക്ഷപ്പെടണം സാരിയൊക്കെ കൊടുത്ത്. ഈ സാരിയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഭയങ്കര മോഡലുകളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇടൂലേ. അല്ലാതെ നമ്മുടെ മണിച്ചിത്ര സാരി സിനിമയ്ക്കകത്ത് ശോഭന ഇടുന്ന ഒരു സീനുണ്ട്, ഓർക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഇടുന്നത്. അല്ലാതെ പ്ലേറ്റ്സ് എടുത്ത് കുത്തി നമ്മുടെ സാധാരണ ട്രഡീഷണൽ നമ്മളെപ്പോഴും എടുക്കുന്ന രീതി അല്ലാതെ അങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. നല്ല രസമല്ലേ?
ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ആയിരിക്കും നല്ലത്. കാരണം ഇത്രയും ഡീപ്പ് ഡൈയിങ് അല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് വാഷ് ഡ്രൈ വാഷ് ആയിരിക്കും നല്ലത് കേട്ടോ. ഹാൻഡ് വാഷിന് പോകാതിരിക്കുന്നതല്ല. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഷാമ്പു വാഷ് എങ്കിലും ചെയ്താൽ മതി, അല്ലാതെ ഡിറ്റർജൻറ്റ് വാഷ് നടത്തണ്ട, അതായിരിക്കും നല്ലത്. നെറ്റ്കോട്ട സാരി, നെറ്റ്കോട്ടയുടെ ഇങ്ങനത്തെ സാരിക്ക് ഭയങ്കര ഡിമാൻഡ്. ടിഷ്യൂ സിൽക്കിൻ്റെ ഇതും സ്റ്റഫും നെറ്റ്കോട്ടയുടെ ഒരു വീവിങ്ങും കേട്ടോ. ഇത് മുന്താണിയാണ്, ഞാൻ ഈ കാണിക്കുന്ന ഭാഗം മുന്താണിയാണ്. ഇങ്ങനത്തേക്ക് മുന്താണി. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ഗ്രീൻ വരും. വേറെ സാരി സ്കാലപ്പ് ചെയ്ത്, ഇതിന് ഇങ്ങനെ സ്കാലപ്പും ആപ്ലിക്ക് വർക്കും നെറ്റ്കോട്ടയുടെ ഫാബ്രിക്കും കാന്താ വർക്കും എല്ലാം കൂടി ചെയ്ത് വന്നേക്കുന്ന അത്രയും കൂടി ഇത് ഡിസൈനർ സാരിയായിട്ട് ചെയ്തിരിക്കുന്ന നല്ല സ്റ്റാൻഡേർഡാണ്. ബ്ലൗസ് ഇതിനകത്ത് വരുന്ന പ്ലെയിൻ ആണ്. പക്ഷെ നിങ്ങൾ ഇതിന് പീച്ച് നല്ല ലൈറ്റ് ഷെയ്ഡ് ഒരു ബ്ലൗസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഭംഗിയാണ്. കണ്ടോ ഈ ഒരു വർക്ക് ബംഗാൾ കോട്ടൻ്റെ ഒരു സാരി. ഞാനിങ്ങനെ എനിക്കിത് അധികം കാണിക്കലില്ല, വളരെ കുറച്ചാണ് കാണിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ സാരികൾക്ക് ഒത്തിരി പേർക്ക് ആവശ്യമുണ്ട്. ഷോപ്പിലൊക്കെ ആണെങ്കിലും ഒത്തിരി പേര് വന്ന് ചോദിക്കും. ഇത് 2 ഡിസൈന് ഞാൻ കാണിക്കുന്നുള്ളൂ. നല്ല ഒരു ഗ്രേയുടെ ഡാർക്ക് ഗ്രേ, ബ്ലൂവിഷ് ഗ്രേ, അങ്ങനെ ഒരു ഗ്രേ ആണ്. ഇത് വരും മുന്താണി. കണ്ടോ അടുത്തത് ഒരു പീച്ച് ഷെയ്ഡ്, അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ്. വെക്കേഷനൊക്കെ തുടങ്ങാറായില്ലേ? തുടങ്ങി അല്ലേ പിള്ളേർക്കൊക്കെ? ഇതൊക്കെ ആയില്ലേ? ക്രിസ്മസ് ഒക്കെ എവിടം വരെ ആയി എല്ലാവർക്കും? ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിക്ക് വരുന്നു ക്രിസ്മസ് ആഘോഷിക്കാൻ. എന്നൊക്കെ അല്ലേ, എന്നെ ആരും വിളിക്കുന്നില്ലേ നീ ക്രിസ്മസിന്? ഈ ടൂറൊക്കെ പോകണമെന്നുണ്ട് ഓരോ നാട്ടിൽ. ഞാൻ വീട്ടിൽ ഭയങ്കര വീരവാദം കത്തിയില്ല. എടാ എവിടെ ചെന്നാലും നമുക്ക് ആളുണ്ടോ, ഇഷ്ടം പോലെ ആളുണ്ട്. ചുമ്മാ വാട്സപ്പ് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഡിണ്ടിഗൽ വേണോ, ആന്ധ്ര വേണോ, പഞ്ചാബ് വേണോ, എല്ലായിടത്തും ആളുണ്ട്. വലിയ വീരവാദം കത്തിക്കാൻ കിട്ടിയ എൻ്റെ മക്കളെ ചുമ്മാ. അപ്പം മക്കൾ ചോദിക്കുന്നത് അമ്മയ്ക്ക് അവിടെ പോയിട്ട് ഭാഷ അറിയോ, സംസാരിക്കാൻ വിളിച്ച് ഞാൻ ഇന്നയാളാന്ന് പറയാറിയോ? ഞാൻ പറയും ഞാൻ ഇംഗ്ലീഷിൽ പറയും. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലോ അതൊക്കെ പറയും അല്ലേ. ചുമ്മാ രസാട്ടാ, ചുമ്മാ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.